അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോന്നും പറയാറുള്ളതുകൊണ്ട് ഗൗരവത്തിലെടുത്തിട്ടില്ല. അതിൽ അദ്ദേഹം പറയുന്നതിന് ജനങ്ങളത് ഏറ്റെടുക്കാനും പോകുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൗഹൃദത്തിൻ്റെ അന്തരീക്ഷമാണ്. അതിന് ഇത്തരത്തിലുള്ള വിഷലിപ്തമായ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ സൗഹൃദത്തിൻ്റെ മനസ്സാണുള്ളത്, സാഹോദര്യത്തിൻ്റെ മനസ്സാണുള്ളത്. സാമുദായിക നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, എന്നതുപോലെ തന്നെ മത നേതാക്കൾ, ഇവരൊക്കെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് ആ വലിയ മനസ്സിനെയാണ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നേതാക്കളുടെയൊക്കെ ചുമതല. അല്ലാതെ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അതൊരു നല്ല ശുഭലക്ഷണമല്ല. അതെ, അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. സർക്കാർ അതിൽ കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ തന്നെ ഇന്ന് അദ്ദേഹത്തെ ആ ഒരു ചടങ്ങിൽ വെച്ച് പ്രകീർത്തിക്കുകയായിരുന്നു. അത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. സർക്കാർ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഭരണകൂടമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും പലതും വിളിച്ചു പറയാൻ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളാപ്പള്ളി മുൻപും ഈ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി, നേരത്തെ മലപ്പുറത്തിനെതിരെയൊക്കെ പരാമർശം നടത്തി. ഈ മുസ്ലിം സംഘടനകളോ ഒക്കെ ഇതിനെതിരെ പ്രതികരിക്കുന്ന സമയത്ത് അത് കൂടുതൽ പ്രശ്നമായി മാറുന്നുണ്ട്. മുസ്ലിങ്ങൾ വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർ നടത്തുന്ന പരാമർശങ്ങൾ വളരെ ആത്മസംയമനത്തോടെയാണ് മുസ്ലിം സംഘടനകളൊക്കെ അതിന് സ്വീകരിക്കുന്നത്. ആത്മസംയമനമാണ് ഈ കാര്യത്തിൽ നല്ലത്. അതല്ലാതെ ഇപ്പോൾ ഇവിടെ പരസ്പരം പോരടിക്കാനോ അല്ലെങ്കിൽ വിദ്വേഷം പരത്തുവാനല്ലല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. മുസ്ലിം സംഘടനകൾ വളരെ സംയമനം പാലിക്കുന്ന ഇക്കാര്യത്തിൽ അതിന് വലിയ അത് ചില കാര്യങ്ങളിലല്ല. മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയാറില്ല. അത് ഈ കാര്യത്തിലൊക്കെ അത് വളരെ അർത്ഥവത്താണ്. തീർച്ചയായും പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഭരണകൂടമാണുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈൻ തട്ടി മരിച്ച ആ കുട്ടിയുടെ കാര്യത്തിൽ പോലും സർക്കാർ ഉത്തരവാദപ്പെട്ടവർ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല. ഈ സ്കൂൾ സമയമാറ്റത്തിൽ MSF ഉൾപ്പെടെ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടതല്ലേ? അത് സമസ്തയാണ് ഇപ്പോൾ രംഗത്തുള്ളത്. അങ്ങനെ ഒരു വിഷയമുണ്ടോ? സ്കൂൾ സമയമാറ്റത്തിൽ ആധികാരികമായിട്ട് അഭിപ്രായം പറയാനുള്ള ഉത്തരവാദിത്വം സംസ്ഥയ്ക്ക് തന്നെയാണ്. സംസ്ഥ അത് ചെയ്യുന്നു. കാരണം സംസ്ഥയിൽ 10,000-15,000 മദ്രസകൾ വളരെ നല്ല രീതിയിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ സമയമാറ്റം മൂലം ഉണ്ടാകാവുന്ന ആ ഭവിഷ്യത്ത് വളരെ വലുതാണ്. സംസ്ഥയുടെ കാര്യങ്ങൾ സംസ്ഥ പറയുന്നത് എന്താണോ അതൊക്കെ തന്നെ MSF സിദ്ദീഖൊക്കെ എപ്പോഴും അതിനോടൊപ്പം നിൽക്കാറുണ്ട്. ബുധനാഴ്ച നടക്കുന്ന ചർച്ചയിൽ ലീഗിനെ വിളിച്ചിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മത നേതൃത്വത്തെയാണ് ആ കാര്യത്തിൽ വിളിക്കേണ്ടത്. വിളിച്ചു, സന്തോഷം. അല്ല, ലീഗ് സംസ്ഥയോടൊപ്പം വേണം. ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലി സാഹിബ് അത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ലീഗ് സംസ്ഥയോടൊപ്പമാണ് ആ കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു.